ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഞാൻ ഇതുവരെ ചെക്കോട്ടയിലാണെങ്കിലും വേറെ ഏത് മെറ്റീരിയലിലാണെങ്കിലും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്തത് വളരെ കുറച്ചാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു സാരിയോ രണ്ട് സാരിയും കണ്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് എംബ്രോയ്ഡറി ചെയ്ത്. ഇന്ന് നമ്മൾ കാണാൻ പോണ ചെക്കോട്ട സാരിയിൽ തന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കണം. അപ്പോൾ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വർക്കിന് വളരെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതും സിംഗിൾ സ്ട്രാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. നല്ല ഫിനിഷിങ്ങോടെയുള്ള ഒരു സാരീസാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷീറ്റ്സോ എന്തെങ്കിലും അങ്ങനത്തെ ചേഞ്ചസ് വേണമെങ്കിൽ അതാണെങ്കിലും റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ ഒരു സ്കൈ ബ്ലൂ ടെർക്കോയിസ് ബ്ലൂ ആ ഒരു ഷെയ്ഡിലുള്ള സാരി, കോട്ടൺ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സാരി വരുന്നത്. അതിൻ്റെ അകത്ത് മുന്താണിയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലീഫിൻ്റെ പെറ്റൽസ് ഫ്ലവറിൻ്റെ പെറ്റൽസ് തയ്ച്ചിരിക്കുന്നത്. നടുക്ക് യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിലും സിൽക്ക് ത്രെഡ് യൂസ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു എൽ ഷേപ്പിലാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. മുന്താണിയുടെ എൻഡാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. എങ്ങനെയാണോ ഫ്രണ്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കും ഇരിക്കുന്നത്. ഒരു കെട്ടോ ഒന്നും ഇടാണ്ട് വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറിയാണ്. ഒട്ടും ഒരു കെട്ടുപോലും നമുക്ക് കാണുന്നില്ല. അതുപോലെ നീറ്റായിട്ടാണ് ഫ്രണ്ടും ബാക്കും ഏതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മുന്താണിയിൽ വരുന്നത്. റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവറാണ് തയ്ച്ചിരിക്കുന്നത്. സിംഗിൾ ഫ്ലവറും ഒരു ലീഫുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലെ രണ്ട് ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. രണ്ട് ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഷോൾഡർ പ്ലീറ്റിലാണ് തന്നെ. അതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെസ്റ്റ് പോർഷൻ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ കാണുന്നത്. ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ഷോൾഡർ പ്ലീറ്റിൻ്റെ ഫ്രണ്ടിലും കാണും, ചെസ്റ്റിൻ്റെ അടുത്തും ഉണ്ടാകും, അതുപോലെ തന്നെ പുറത്തോട്ട് കാണുന്ന ആ പോർഷനിലും ഉണ്ടാകും. അങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ കാലിൻ്റെ അവിടെ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് മിനിമം വർക്കേ ഉള്ളൂ, പക്ഷേ സിൽക്ക് ത്രെഡും കൊണ്ട് വളരെ ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അത്യാവശ്യം നല്ലോണം തെറിച്ച് നിൽക്കുകയും ചെയ്യും. സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് നല്ല ഗ്ലേസിങ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1620 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് ആദ്യത്തെ സാരി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇത് ആദ്യത്തെ സാരി. രണ്ടാമത്തെ സാരി ഒരു ബ്ലാക്ക് ചെക്കോട്ടയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. അപ്പോൾ 2 പാറ്റേൺ ആണ്. ഒന്ന് മേളിലോട്ടും ഒന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലോട്ടും. അങ്ങനെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് പിങ്ക് ഫ്ലവേഴ്സും നടുക്ക് റെഡ് സാറ്റിൻ സ്റ്റിച്ചുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ അകത്ത് പിങ്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 2 പാറ്റേൺ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെയാണ് മുന്താണിയിൽ വരുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ 3 ഫ്ലവറും 2 ലീവ്സുമായിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ 2 ഡിസൈൻ മറ്റേതിൽ കാണിച്ച പോലെ തന്നെ 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലത്തെ ഒരു ഡിസൈൻ തന്നെ ചെസ്റ്റ് പോർഷനിലും വരുന്നുണ്ട്. ഇവിടെ ചെസ്റ്റിനോട് ചേർന്നിരിക്കുന്ന പോർഷനിലും വരുന്നുണ്ട്. ഇപ്പുറത്തെ പുറത്തോട്ട് നിൽക്കുന്ന ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട് 2 ഡിസൈൻ. പിന്നെ ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ. അപ്പോൾ ഇതുപോലത്തെ മൊത്തത്തിൽ 6 ഡിസൈനാണ്. 2 മുന്താണിയിൽ, ഫ്രണ്ടിൽ 3 പിന്നെ കാലിൻ്റെ അവിടെ 1. അങ്ങനെ 3 ഡിസൈനാണ് മൊത്തത്തിൽ ഈ സാരിയിൽ വരുന്നത്. ഇത് കാലിൻ്റെ അവിടെ വരുന്നതാണ് ഇത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. 6 വലിയ ഡിസൈനും റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ ഡിസൈനും. അങ്ങനെ ആണ് ഈ സാരി വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി.
ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. സിൽക്ക് ത്രെഡ് വെച്ച് തയ്ക്കുന്ന കാരണം കുറച്ച് അധികം സമയം എടുക്കും നമ്മൾ തയ്ച്ച് തീർക്കാൻ. അതുകൊണ്ടാണ് മറ്റേ ത്രെഡ് വെച്ച് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും സിൽക്ക് ത്രെഡ് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ 2 കോട്ടൺ ചെക്കോട്ടയാണ് കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന 2 നെറ്റ് കോട്ട സാരീസാണ്. അതിൻ്റെ അകത്ത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസ് സെയിം കളർ ബ്ലൗസ് പീസിൽ ഹാൻഡിലും സ്ലീവിൻ്റെ ഇവിടെ എംബ്രോയിഡറി ചെയ്ത് സാരീസാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബേബി പിങ്ക് ചെക്കോട്ടയല്ല നെറ്റ് കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് ഇതുപോലെയാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഒരു ബേബി പിങ്കിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ്, ഒരു പൊടി ഡാർക്കർ എന്ന് പറയാം, തീരെ ബേബി പിങ്ക് അല്ല. അതിൻ്റെ അകത്ത് മുന്താണിയിൽ ഇതുപോലത്തെ ഒരു നേവി ബ്ലൂ കളർ ത്രെഡ് വെച്ചിട്ട് ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ഗ്രീനും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ലീവ്സിലെ ഫ്ലൈ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റേ ഫ്ലവേഴ്സ് ബൂളിയൻ നോട്ട്, അത് അങ്ങനെ ഒരെണ്ണം മുന്താണിയിൽ. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ, സെയിം ഡിസൈൻ തന്നെ റണ്ണിങ് പോർഷനും വരുന്നുണ്ട്. പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുമാണ് ഡിസൈൻ വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈൻ വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ ഇപ്പോൾ ഞെറിഞ്ഞെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഞെറിഞ്ഞെടുക്കുമ്പോൾ 2 സൈഡിലും ഡിസൈൻ വരുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും 2 സൈഡിലും ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ 3 ഡിസൈൻ വരും. അതുപോലെ തന്നെ ചെസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന പോർഷനിൽ ഇവിടെ ഒരു ഡിസൈൻ വരും. അപ്പോൾ ഫ്രണ്ടിൽ 4 ഡിസൈനാണ്. മുന്താണിയിൽ 1, റണ്ണിങ് പോർഷനിൽ 1, പിന്നെ കാലിൻ്റെ അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരെണ്ണം. അങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇവിടെ ഒരെണ്ണം. ഇത് വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. സെയിം കളർ ബ്ലൗസ് പീസാണ്. അതിൻ്റെ സ്ലീവിൽ ഇതുപോലെ തന്നെ എംബ്രോയിഡറി ഉണ്ടാകുന്നതായിരിക്കും. ഈ സെയിം ഡിസൈൻ തന്നെ സ്ലീവിലും നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലീവിൽ വരുന്ന എംബ്രോയിഡറി സെയിം ഡിസൈൻ തന്നെ. ഇതിൻ്റെ തണ്ടിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫ്ലവേഴ്സൊക്കെ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1800 ആണ് ഇതിൻ്റെ റേറ്റ്. വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ബ്ലൗസ് പീസ് 90 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ ഇല്ല, 90 സെൻറ്റിമീറ്റർ ആണ് ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത നമ്മുടെ നെറ്റ് കോട്ട സാരി. അടുത്തത് വന്നിട്ട് ലൈറ്റ് ആഷ് കളർ നെറ്റ് കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് യെല്ലോയും മസ്റ്റാർഡ് യെല്ലോയൊക്കെ വെച്ചിട്ട് ബൂളിയൻ നോട്ടാണ് ഡിസൈൻ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരു പൂങ്കൊലയായിട്ട് പൂമ്പൊടിയുടെ കൊല പോലെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അകത്ത് ഫ്രഞ്ച് നോട്ട് മൾട്ടിപ്പിൾ കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഉണ്ട്, ലൈറ്റർ ഷെയ്ഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അങ്ങനെ ലീവ്സ് ആണെങ്കിലും 2 കളർ ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ലീവ്സിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ മുന്താണിയിൽ. പിന്നെ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഷോൾഡർ പ്ലീറ്റിലാണ് പിന്നെ ഡിസൈനിങ് വരുന്നത്. ഷോൾഡർ പ്ലീറ്റിൽ 3 ഡിസൈനാണ് ഉള്ളത്. ഇതുപോലത്തെ 3 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിൽ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗി, ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ആ ലീവ്സിൻ്റെ ആണെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ഫ്രഞ്ച് നോട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിലും ത്രെഡ് കളർ കോമ്പിനേഷനാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാരിയിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതും വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. ഇതിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെ ഒരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഇത്രയും വലുതല്ല, ഒരു കുഞ്ഞു മോട്ടീവായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1750 തന്നെയാണ് ഇതിൻ്റെയും റേറ്റ്. അപ്പോൾ ഈ 4 സാരിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. 2 ചെക്ക് കോട്ട സാരിയും 2 നെറ്റ് കോട്ട സാരിയും വിത്ത് ബ്ലൗസ് പീസും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.